നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ റിലേഷൻഷിപ്പ് റീഡിംഗ് കൂടി കാലത്ത് തന്നെ ഇടുന്നുണ്ട്. ഇന്നലെ ഇടാൻ പറ്റിയില്ല. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോടുള്ള ഫീലിങ്സ്. ഓക്കെ, അതിൽ പക്ഷെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പേഴ്സൺ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് കാണിക്കുന്നത്, എന്താണ് അവർ കാണിക്കുന്നതും അവരുടെ മനസ്സിലുള്ള പക്ഷെ ഉള്ളിൽ എന്താണ് അവർ ഫീൽ ചെയ്യുന്നത് എന്നുമാണ്. ഓക്കെ, ഒന്ന് വെളിച്ചം കുറച്ചൊന്ന് കൂട്ടട്ടെ. ഓക്കെ, നിങ്ങളുടെ ഒന്ന് ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്താ കാണിക്കുന്നത്, പുറമേ കാണിക്കുന്നത് എന്താണ്, ആൻഡ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആക്ച്വലി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് സീ. സൺ കാർഡ്, 9 of swords, 3 of wands, Ace of Pentacles, 8 of cups, Empress ഉണ്ട് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുമ്പോൾ, ഓക്കെ, മേ ബി അവർ പറയുന്നുണ്ടാവാം, എന്നിട്ട് അവർ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ലൈക്ക് മേ ബി ഫാമിലിയോ അങ്ങനെ ആരെങ്കിലും ഒരു തടസ്സം ഉണ്ടാവാം നിങ്ങളുടെ ഇടയിൽ. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്നത് അവരുടെ ലൈഫിൽ കുറേ ടെൻഷൻസ് ഉണ്ട് എന്ന രീതിക്കാണ് കാണിക്കുന്നത്. ആൻഡ് അത് അവരുടെ ഫാമിലി റിലേറ്റഡ് കാര്യങ്ങൾ. ഓക്കെ, അതായത് ഫാമിലി ഇപ്പോൾ അവർ മാരീഡ് ഒക്കെ ആണെങ്കിൽ അവർ മാരേജിൽ ഹാപ്പി അല്ല എന്ന രീതിയിലായിരിക്കും നിങ്ങളോട് കാണിക്കുന്നത്. അതായത് നിങ്ങളോട് പറയുന്നുണ്ടാവും, എന്നിട്ട് അവർ ഫാമിലി വിട്ട് വരാൻ ശ്രമിക്കുകയാണ്, മേ ബി ആ മാരേജ് എൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അതിനുള്ള പ്ലാനിങ്ങിലാണ് എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു കാണാം. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആവില്ല ഇത്. മേ ബി അങ്ങനെ ആയിരിക്കാം നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആദ്യം. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് മേ ബി ഒരു പാസ്റ്റ് എനർജി ആയിരിക്കാം. നിങ്ങളോട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ദറ്റ് അവർ കാണിച്ചത്, ദറ്റ് അവർ ഫാമിലിയിൽ അവരുടെ ലൈഫിൽ ഒട്ടും ഹാപ്പി അല്ല, അവർക്ക് സന്തോഷങ്ങളില്ല എന്ന രീതിയിലായിരിക്കും. കാരണം സൺ കഴിഞ്ഞ് ഇവിടെ 9 of swords ആണ്. സോ അവർക്ക് വളരെയധികം അവർ സന്തോഷങ്ങളില്ല, അവർക്ക് ടെൻഷനാണ് എപ്പോഴും എന്ന രീതിക്കായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇവിടെ എനിക്ക് കാണുന്നത് ആക്ച്വലി 3 of wands ആൻഡ് Ace of Pentacles ആൻഡ് 8 of cups. സോ ഒരു കമ്മിറ്റ്മെന്റ് വിട്ട് മാറി പോകാനുള്ള ഒരു ശ്രമമാണ് എനിക്ക് കാണുന്നത്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ തമ്മിൽ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ, ഓക്കെ, മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, നിങ്ങൾ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടാണ് റീഡിങ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ദറ്റ് അവർക്ക് ലൈഫിൽ ഇപ്പോൾ സന്തോഷങ്ങൾ പോയി, അവർക്ക് മേ ബി നിങ്ങളെ കാരണം എന്തെങ്കിലും ടെൻഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റ്മെൻറ്റ് വിട്ടു പോകാൻ അവർ ആഗ്രഹിക്കുന്നു. മേ ബി ഡൈവേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും പറഞ്ഞു കാണാം. ഇത് മാരീഡ് ആൾക്കാർക്ക് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിൽ, ലൈക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫിനാണെങ്കിൽ മേ ബി അവർ നിങ്ങളെ വിട്ടു പോകാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടാവാം ദറ്റ് ഇപ്പോൾ അവർ നിങ്ങളുമായിട്ട് ഹാപ്പി അല്ല എന്ന രീതിക്ക് പറയുന്നുണ്ടാവാം. ഓക്കെ, മാരീഡ് അല്ല, മേ ബി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആൻഡ് നിങ്ങൾ തമ്മിലൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ ഇവിടെ മേ ബി ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ദറ്റ് അവരുടെ ലൈഫിൽ അവർ ഹാപ്പി അല്ല, അവരുടെ മാരേജിൽ അവർ ഹാപ്പി അല്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഹാപ്പി അല്ല. ആൻഡ് ആ റിലേഷൻഷിപ്പ് അവർ വിട്ട് മാറാൻ ഇപ്പോൾ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. മേ ബി അവർ എന്തിൽ നിന്നോ വോക്ക് അവേ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ആ കമ്മിറ്റ്മെൻറ്റിൽ നിന്നാണ് അവർ വിട്ടു പോകുന്നത്. അതായത് Ace of Pentacles പറയുമ്പോൾ നമ്മൾ കമ്മിറ്റ്മെൻറ്റ് കാര്യമാണ്. സോ മേ ബി മാരേജ്, ആൻഡ് ഇവിടെ എംപ്രസ് ഉണ്ട്. സോ മേ ബി മാരേജിൻ്റെ കാര്യങ്ങൾ അതിനെ അവർ വിട്ടു മാറാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് പോലെയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. മേ ബി അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം എന്നിട്ട് ഞാൻ ഡൈവേഴ്സ് ചെയ്തിട്ട് വരാമെന്നോ എന്തെങ്കിലും പറഞ്ഞു കാണാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യാം എന്ന രീതിക്ക് നിങ്ങൾക്ക് പ്രതീക്ഷ തന്നു കാണാം. കാരണം ഇവിടെ സ്റ്റാർ ഉണ്ടായിരുന്നു. സോ മേ ബി നിങ്ങൾക്കൊരു പ്രതീക്ഷ തന്നു കാണാം ദറ്റ് ഓക്കെ, ഞാനിത് എൻ്റെ മാരേജ് വിട്ട് വരും, എന്നിട്ട് നമ്മൾ ഒന്നിച്ചൊരു ജീവിതം എന്ന രീതിക്ക് നിങ്ങൾക്കൊരു പ്രോമിസ് ഒക്കെ തന്നു കാണാം. ഓക്കെ, ഓക്കെ, കുറച്ചുകൂടി ഞാൻ അവരെ പുറമേ കാണിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി നോക്കട്ടെ. King of Pentacles, Knight of Swords, 2 of Cups. അവർ ഐ തിങ്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദറ്റ് നിങ്ങൾ തമ്മിൽ ഒരു ലൈഫ് വേണം എന്നുള്ളൊരു പ്രോമിസ് തന്നു കാണാം. അവർ മാരേജ് വിട്ട്, ഇതും അഗെയിൻ ഒരു കമ്മിറ്റഡ് പേഴ്സൻ്റെ കാര്യമാണ്. ഇതും അതെ, മേ ബി നിങ്ങൾ തമ്മിൽ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. ഓക്കെ, അത് വളരെ ഹൈ ചാൻസസ് ഉണ്ട് ഇവിടെ നിന്ന്. നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം റീഡിങ് കാണുന്നത്. കുറേ പേര് അങ്ങനത്തെ ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് ഇവിടെ സ്പെഷ്യൽ മെസ്സേജ് എന്തായാലും ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ലൈക്ക് മാരേജ് എന്ന് വോക്ക് അവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, അവർ
അവരത് വിട്ടുമാറി അവർ വേറെ ഒരു ലൈഫിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്ന രീതി, പോകണം എന്ന രീതിക്കായിരിക്കും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക, മാരീഡ് ആയ ആൾക്കാർക്ക്. ഓക്കെ, അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വല്ലതൊക്കെ ആണെങ്കിൽ അവർ നിങ്ങളോട് പറയുന്നുണ്ടാവും ദറ്റ് അവരുടെ ഫാമിലി ലൈഫിൽ അവർ ഹാപ്പി അല്ല. സോ അതുകൊണ്ട് തന്നെ അവരത് വിട്ട് മാറി വരാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ പറഞ്ഞു കാണാം. ആൻഡ് നിങ്ങളുമായിട്ട് ഒരു യൂണിയൻ ആഗ്രഹിക്കുന്നു എന്ന രീതിക്ക് പറഞ്ഞു കാണും. പ്രോമിസസ് തന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് ഒരു യൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഒരു മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. സോൾമേറ്റ് കാർഡ് ഉണ്ട് ഇവിടെ. സോ 2 of Cups എനർജിയാണ്. സോ നിങ്ങളോട് പറയുന്നത് ഐ തിങ്ക് പുറമെ കാണിക്കുന്നത് ഇതാണിപ്പോൾ. ഓക്കെ, ഇതെല്ലാവർക്കും ഒന്ന് റെസനേറ്റ് ആവാൻ തോന്നണില്ല. ഓക്കെ, കുറച്ച് പേർക്ക് പെർട്ടിക്കുലർ ആൾക്കാർക്ക് കുറച്ച് പേർക്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ തമ്മിലൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നതായിട്ടാണ്. ഓക്കെ, അങ്ങനെ ഒരു പ്രോമിസ് നിങ്ങൾക്ക് തന്നു കാണാം, വാക്ക് തന്നു കാണാം. മേ ബി ഇത് പാസ്റ്റൽ എനർജി ആണോ അതോ ഇനി മനസ്സിൽ ഇപ്പോഴും ഇത് തന്നെയാണോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യാം. പുറമേ നിങ്ങളോട് പറയുന്നത് ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ശരിക്കും നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട്, നിങ്ങളോട് കമ്മിറ്റ്മെന്റ്, മാരേജ് പോസിബിൾ അല്ലെങ്കിൽ പോലും ഓക്കെ ഐ തിങ്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റഡ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. ആൻഡ് ഐ തിങ്ക് അങ്ങനെ നിങ്ങളോട് അവർ പറഞ്ഞു കാണാം. ഓക്കെ, ബട്ട് അവരുടെ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. സോ ലെറ്റ് സീ ഇനിയിപ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതിവിടെ പുറത്ത് കാണുന്നത് ഇതൊക്കെയാണ്, പക്ഷെ ഇവിടെ 2 of Cups എനർജി ഒക്കെയാണ്. സോ വളരെ ഒരു ജെനുവിൻ കണക്ഷൻ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. അവരുടെ മനസ്സിൽ അവർ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ ഒരു ജെനുവിൻ കണക്ഷൻ ആയിട്ടാണ് കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ഇതും ഒരു കപ്പിൾ ഉണ്ട് ഇവിടെ. സോ ഒരിക്കലും അവർ പുറമേ കാണിക്കുന്നത് ഒരു കളവാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ലെറ്റ് സീ അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അവരുടെ മനസ്സിൽ എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ച്. യെസ്, 3 of Pentacles, ഗുഡ്. ഡെവിൾ എനർജി, ഫാമിലി, ഓക്കെ, ടെമ്പറൻസ്. ഓക്കെ, നിങ്ങളോട് തന്ന വാക്ക്, ഓക്കെ അവരങ്ങനെ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി മാരീഡ് ആയ ആൾക്കാരാണെങ്കിൽ ഓക്കെ ഞാൻ പറയാം ദാറ്റ് അവർ ലൈഫിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി വന്നിട്ടുണ്ടാവാം. ഓക്കെ, ഓൾറെഡി നിങ്ങൾ മാരീഡ് ആണെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഓക്കെ, അതവിടെ ഒരു ഡബിൾ ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. മേ ബി അവരൊരു തേർഡ് പാർട്ടിയിലേക്ക് എൻ്റർ ആയി കാണാം. സോ അതുകൊണ്ടാണ് ഇപ്പോൾ അവർ നിങ്ങളെ വിട്ട് പോകാൻ അവർ ശ്രമിക്കുന്നത്. ഓക്കെ, ഇത് മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു അഡ്വൈസാണ്. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിംഗിൾസ് അങ്ങനെ ഒരാൾ മാരീഡ് എന്നുള്ള വല്ല സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നേരെ തിരിഞ്ഞാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് സിറ്റുവേഷൻ ബെറ്റർ ആക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിലും അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് മുന്നോട്ട് നല്ല രീതിക്ക് കൊണ്ടുപോകാനാണ്, അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്ത് നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഡെവിൾ എനർജി ഉണ്ട്. ഡെവിൾ എനർജി ഇവിടെ അഗെയിൻ ഫാമിലിയോട് ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ ആൻഡ് മൂണും ഉണ്ട്. സോ അവർക്ക് അഗെയിൻ അവർ പറഞ്ഞത് അവർ നുണയല്ല പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട്. ഓക്കെ, അവർ നിങ്ങളോട് പറഞ്ഞത് ദാറ്റ് ഫാമിലിയിൽ ഹാപ്പി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ഓക്കെ, അവർക്ക് അവിടെ ഹാപ്പിനെസ് ഇല്ല. ഓക്കെ, ആ ഡെവിൾ ഒരു കമ്മിറ്റ്മെൻറ്റിൽ പെട്ട് അവർ നിൽക്കുകയാണിപ്പോൾ. ഓക്കെ, ഒരു ഡെവിൾ എനർജിയിൽ പെട്ട് അവർ നിൽക്കുന്നതാണ്. ആൻഡ് ഇവിടെ അവർ അതിനെ ബാലൻസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാം. നിങ്ങൾ തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നും പറയാം. ലെറ്റ്സ് സീ ഒന്നുകൂടി അവർ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കൂടി ഞാൻ നോക്കട്ടെ. വാട്ട് ഡു ദേ ഫീൽ ഫോർ ദ വ്യൂവേഴ്സ്? അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഫീലിങ്സ് വ്യൂവേഴ്സിനോട് എന്താണ്? ജസ്റ്റിസ്, Three of Swords, Ace of Wands, Strength card. ഫീലിങ്സ് അവർക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണോ, ശരിക്കും അവർ ഈ പറയുന്ന പോലെ പുറത്ത് കാണിക്കുന്നത് ശരിക്കും അവരുടെ ഉള്ളിലും ഉണ്ടോ എന്ന് ഒന്നറിയാനാണ്. തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. പക്ഷെ ഒരു ഭാഗത്ത് യെസ് അവരെ കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ അവരിപ്പോൾ മനസ്സിലെ കൺഫ്യൂഷൻ അവർക്ക് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ഞാൻ ഓവറോൾ പറയാം, കുറച്ച് കൂടുതൽ കാർഡ്സ് എടുക്കേണ്ടി വന്നു എനിക്ക്. ലൈക്ക് പുറത്ത് കാണിക്കുന്നത് അവർ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടാവും എന്നിട്ട് മാരേജ് ചെയ്യാം. ഓക്കെ, അവരവരുടെ ഫാമിലിയിൽ ഹാപ്പി അല്ല എന്ന് പറഞ്ഞ് കാണാം, അതിനെ വിട്ടു വരാം എന്നൊരു പ്രോമിസ് തന്ന് കാണാം. ഓക്കെ, നിങ്ങളെ കാണുന്നത് ഒരു സോൾമേറ്റ് ആയിട്ടാണ് എന്നവർ പറഞ്ഞു കാണാം. കുറച്ച് പേർക്ക് ചിലപ്പോൾ മാരേജ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നു കാണാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങളോട് യെസ് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ടാവും. ഓക്കെ, ബട്ട് എവിടെയോ നിങ്ങൾക്ക് വിശ്വാസമില്ല. ബിക്കോസ് അവരുടെ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി ഉണ്ട് ഇവിടെ. ആ ഇൻ ആൻഡ് ഔട്ട് എനർജിയുടെ റീസൺ ആണ് ഞാൻ നോക്കിയത്. അതിവിടെ ഡെവിൾ എനർജി ഉണ്ട്. ആ ഡെവിൾ അത് നമ്മൾ ജസ്റ്റ് ഐ തിങ്ക് പല കാര്യങ്ങളും ആവാം. അവരുടെ മനസ്സിലെ പേടികളാവാം, ഫിയേഴ്സ് ആവാം, വേറെ സിറ്റുവേഷൻസ് ആവാം. ഓക്കെ, അവർ ചില സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന തരത്തിലായിരിക്കാം.
അതവരുടെ ഫാമിലി എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. അതിപ്പോൾ ഫാമിലി ആരും ആവാം, ലൈക്ക് മാരീഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പാരൻസ് സമ്മതിക്കുന്നില്ല എന്ന രീതിക്ക് നിങ്ങൾ എടുത്തോളൂ. ഏതാണ് നിങ്ങളുടെ സിറ്റുവേഷന് മാച്ച് ആവുന്നതെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തോളൂ. നിങ്ങളോട് ന്യായം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളോട് ന്യായം ചെയ്യണം എന്ന് തന്നെയാണ്. ഓക്കെ, എൻ്റെ ഇവിടെ ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യം കാണുന്നുണ്ട്. ആൻഡ് അവർ ലൈക്ക് അവരുടെ മനസ്സിലും നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്നത് അവർക്കും ഇഷ്ടമല്ല. അവർ നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സ് എന്തെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് നിങ്ങളോട് ന്യായം ചെയ്യണം ഇനി എന്ന രീതിയിലാണ്. എൻ്റെ ഇവിടെ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളായിട്ട് ഒരു പാഷനേറ്റ് ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അഗെയിൻ ജസ്റ്റിസ് ജഡ്ജ്മെൻ്റ് കാർഡ് ഉണ്ട്, ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻ്റ് ഉണ്ട് ഇവിടെ. സോ അവർ നിങ്ങളോട് ശരിക്കും അവർ ആലോചിച്ച് തീരുമാനം എടുക്കുകയാണ്. ഓക്കെ, ദാറ്റ് നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം അവർക്ക് എന്ന രീതിയിൽ അവർ തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ ഓൺലി പ്രോബ്ലം ഇസ് അവർ കുറച്ച് സ്ലോ ആണ് പ്രോഗ്രസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ വാക്കിൽ വിശ്വാസം ഉണ്ടാവില്ല. അവർ നിങ്ങളോട് പറയുന്നുണ്ടാവും ദാറ്റ് ഓക്കെ നിങ്ങളെ വേണം ലൈഫിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വാസം ഉണ്ടാവില്ല. ബട്ട് ഇവിടെ എനിക്ക് കാണുന്നത് അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതായിട്ട് തന്നെയാണ്. ഓക്കെ, അവർ എന്താണോ അവരുടെ ലൈഫ്, അതായത് നിങ്ങളുടെ ഇടയിൽ എന്താണോ വരുന്നത് അതിനെ കട്ട് ഓഫ് ചെയ്യാൻ അവർ തയ്യാറാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ലൈക്ക് ഇത് വളരെ സ്പെസിഫിക് റീഡിങ് ആയിരിക്കാമെന്ന് എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ലൈക്ക് മാരീഡ് ഒക്കെ ആണെങ്കിൽ അവർ ആ മാരേജ് വിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർ ജെനുവിൻ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അവർ വളരെ ലൈക്ക് ശരിക്കും തീരുമാനം എടുത്തിട്ടാണ് അവർ വരുന്നത്. ഓക്കെ, ശരിക്കും അവർക്ക് വേണമെന്നുണ്ട്, നിങ്ങളെ ലൈഫിൽ വേണമെന്നുണ്ട്. അതിനുവേണ്ടി അവരെന്തും നിങ്ങളുടെ കാരണം മാത്രമല്ല. ഓക്കെ, അങ്ങനെ പറയരുത് നമ്മൾ. അവരുടെ ലൈഫിൽ അവർ ഹാപ്പി അല്ല, അതുകൊണ്ട് അവരത് വിട്ട് വരാൻ തയ്യാറാണ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ ആ ഒരു ഫാമിലി അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു നെഗറ്റീവായിട്ടല്ല അവിടെ സിറ്റുവേഷനെ പറയുന്നത്. അവരുടെ സിറ്റുവേഷനിൽ അവർ ഹാപ്പി അല്ല. അവർ മാരീഡൊക്കെ ആണെങ്കിൽ അതിൽ അവർ ഹാപ്പി അല്ല. അവരുടെ സന്തോഷം നിങ്ങളുടെ കൂടെയാണ് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ഞാൻ ആരും റോങ് ആയിട്ട് പറയാനല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അവരുടെ ഫീലിങ്സ് നിങ്ങളോടാണ്. ഓക്കെ, അവരുടെ അറ്റാച്ച്മെൻറ്റ് നിങ്ങളോടാണ്. നിങ്ങൾ തമ്മിൽ ലവേഴ്സ് എനർജി ഉണ്ട്, 2 of Cups എനർജി ഉണ്ട്. ലൈക്ക് അത്രയും സ്ട്രോങ് ഒരു കണക്ഷനാണ് അവർ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും അവർ ലൈഫിലൊരു മാറ്റം വരുത്താൻ അവർ തയ്യാറാണ്. ഓക്കെ, ഇപ്പോൾ അവർ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അവർ നിങ്ങളെ ചൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് അവർ നിങ്ങളോടത് പറയുന്നുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്. ഓക്കെ, അതിൽ നുണയൊന്നുമില്ല. ഓക്കെ, കുറച്ച് പേർക്ക് ഇപ്പോൾ സപ്പോസ് മാരേജ് വിടാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. കാരണം ഇവിടെ കമ്മിറ്റ്മെൻ്റ് ആണ്, അല്ലേ, കമ്മിറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് ചിലപ്പോൾ അത് ഫാമിലി വിട്ട് വരാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. എനിക്ക് കുട്ടികളുണ്ടാവാം, സിറ്റുവേഷൻ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾ മാരീഡ് ആണോ അവർ മാരീഡ് ആണോ എല്ലാം ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, അല്ലേ. അതൊക്കെ നോക്കിയിട്ടാണെങ്കിൽ നമുക്ക് പറയാം ദറ്റ് പേഴ്സൺ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് വളരെയധികം ശരിക്കും സ്നേഹം അവർ ഫീൽ ചെയ്യുന്നത് ജെനുവിൻ ആണ്. ഓക്കെ, അതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അത്രയെങ്കിലും നിങ്ങൾക്ക് അവർ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ കൂടെ ആ രീതിക്ക് അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ തീർച്ചയായിട്ടും ശ്രമിക്കും. ഒരു ബാലൻസ് വെക്കാൻ അവർ തീർച്ചയായിട്ടും ശ്രമിക്കും. ഫാമിലിയെ ഇപ്പോൾ വിട്ടിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും അവർ നിങ്ങളെ അവരെ ലൈഫിൽ നിന്ന് വിട്ട് കളയൂല. ഓക്കെ, അവരത്രയും ശരിക്കും ജെനുവിൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, ബട്ട് മേ ബി സാഹചര്യം അനുസരിച്ചിട്ട് മേ ബി ചിലപ്പോൾ ഇൻ ആൻഡ് ഔട്ടൊക്കെ ഉണ്ടാവും. ഇൻ ആൻഡ് ഔട്ടൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സാഹചര്യം ലൈക്ക് അവർക്ക് എന്താ പറയുക ചില റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ചില സമയത്തൊന്ന് മാറി നിൽക്കുന്നതൊക്കെ ആയിരിക്കാം. ഓക്കെ, അവരെ മനസ്സും ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ നിങ്ങളെ വിട്ട് മാറിയൊക്കെ നിൽക്കുമ്പോൾ അവർക്കും വിഷമവും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അവരൊരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ശരിക്കും വളരെ ലൈക്ക് ഇത്രയും സ്ട്രോങ് കാർഡ്സ് നമുക്ക് വേറെ കിട്ടില്ല. ഓക്കെ, സോ ഇത്രയും ലൈക്ക് അത്രയും നല്ല കാർഡ്സ് ആണ് ഇവിടെ എനിക്ക് വന്നിരിക്കുന്നത്. സോ ഇവിടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ബട്ട് സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഒരു മാരേജ് പോസിബിൾ ആണോ, അതോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ജെനുവിൻ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോസിബിൾ ആണോ എന്ന രീതിക്ക് നിങ്ങളൊന്ന് ചിന്തിക്കാം. ഓക്കെ, യെസ്, കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ അത് വിട്ട് വരാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അത് വിട്ട് വരാൻ അവർ ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സാധിക്കുമോ എന്നുള്ളത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ റീഡിങ് നോക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നമ്മൾ നോക്കുമ്പോഴേ അറിയുള്ളൂ. ബട്ട് എനിവേ ഇവിടെ ഓവറോൾ എനിക്ക് കാണുന്നത് അവർക്ക് ശരിക്കും നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. വാവ്, അതൊരു ഇതെനിക്ക് തോന്നുന്നു അധികം പേർക്ക് റെസനേറ്റ് ആവാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇനി സോറി ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയില്ല. ഇപ്പോൾ സപ്പോസ് മാരീഡ് ആൾക്കാരെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അല്ലേ. നിങ്ങൾ മാരീഡ് ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടാണ് റീഡിങ് കാണുന്നതെങ്കിൽ അതിൽ ഒരു പോയിന്റ് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ വിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ തിരിച്ചു വരും നിങ്ങളുടെ അടുത്തേക്ക്. ബിക്കോസ് നിങ്ങളെ അവർ സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെ അവർ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിൽ നിങ്ങളെ വിട്ട് പോയതാണെങ്കിൽ തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഓക്കെ, അങ്ങനെയും ഒരു പോയിന്റ് ഇവിടെ പറയാം. ഓരോരോ തരത്തിൽ ഓരോ സിറ്റുവേഷൻസ് ആയിരിക്കുമല്ലോ നിങ്ങളുടെ, അല്ലേ. സോ അതുകൊണ്ടാണ് ഞാൻ എല്ലാം പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, റീഡിങ് കാണുന്ന ആളെ ചൂസ് ചെയ്യും അവർ, അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ഇമോഷണൽ ഇൻറ്റിമസി, ഓക്കെ, നീഡ് ടൈം ടു ഹീൽ,
You're my favorite. Spoiling you. This isn't goodbye. Jealousy. Nervous. Okay, last വായിക്കാം. I'm afraid to truly open up to you. Being raw and authentic with my emotions is something I am still working on. Okay, maybe ഇതൊരു റീസൺ ആയിരിക്കാം തരും നിങ്ങൾക്ക് ഡൗട്ട് തോന്നാൻ. ഓക്കെ, നിങ്ങളെ പേഴ്സൺ മേ ബി തുറന്ന് അവർ കാണിക്കുന്നത് യെസ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വേണം എന്നൊക്കെ പറയുമ്പോഴും മേ ബി നിങ്ങൾ ഇമോഷൻസ് കാണുന്നുണ്ടാവില്ല. നമ്മൾ കിങ് ഓഫ് കപ്സ് പിന്നെയാണ് വന്നത് അല്ലേ? ആദ്യം നമ്മൾ കണ്ട കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആയിരുന്നു. എന്ന് വെച്ചാൽ അവർ പ്രാക്ടിക്കലായിട്ട് ആണ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ബട്ട് അവർ ഇമോഷൻസ് അവർ നിങ്ങളടുത്ത് കാണിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവർക്ക് മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവാം, ശരിക്കും ഇവർക്ക് എന്നോട് സ്നേഹം ഉണ്ടോ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് ഡൗട്ട് വേണ്ട, അവർക്കത് അങ്ങനെ തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ അറിയാതെയാണ്. ഓക്കെ, അവരെ മനസ്സിൽ അവർക്ക് ശരിക്കും നിങ്ങളെ വേണം എന്നുള്ളതൊക്കെ അവർക്ക് പറയാൻ കിട്ടാതെയാണ്. ഓക്കെ, ആൻഡ് നീഡ് ടൈം ടു ഹീൽ. റൈറ്റ് നൗ ഐ എം ഇൻ എ സ്പേസ് വെർ ഐ നീഡ് ടു ഫോക്കസ് ഓൺ മൈ ഹീലിംഗ് ആൻഡ് സെൽഫ് ലവ്. ദിസ് ഇസ് അബൌട്ട് യു, ഇറ്റ്സ് അബൌട്ട് മീ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ പേഴ്സൺ എവിടേക്കോ ഹീലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് അവരുടെ ലൈഫിലും അവരുടെ ട്രോമാസ് ഉണ്ടാവും അല്ലെ, അവരുടെ പേടികൾ ഉണ്ടാവും, അവരുടെ ഫിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർ ഹീലായിട്ട് ഒന്ന് ധൈര്യം കൊണ്ടുവരാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുമ്പോൾ അവർ ആ ഒരു പേഴ്സണൽ ഗ്രോത്തിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർ ചിന്തിക്കുകയാണ് അല്ലേ, അങ്ങനെ മാറി നിൽക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? കുറച്ച് കാര്യങ്ങൾ അവരിങ്ങനെ മനസ്സിലിങ്ങനെ പല ചിന്തകളും കയറി വരും. അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും ആ സമയത്ത്. സോ അങ്ങനെ സമയങ്ങൾ അവരെടുക്കുമ്പോൾ വിട്ടുകൊടുത്തേക്കാം. ഓക്കെ, ആൻഡ് യു ആർ മൈ ഫേവറേറ്റ് എന്ന് പറയുന്നുണ്ട്. യു ആർ ദ പേഴ്സൺ ഐ വോണ്ട് ടു കോൾ വെൻ സംതിങ് ഗുഡ് ഓർ ബാഡ് ഹാപ്പൻസ്. ദ ഫസ്റ്റ് തോട്ട് വെൻ ഐ ഹാവ് ന്യൂസ് ടു ഷെയർ യു ആർ മൈ പേഴ്സൺ. നിങ്ങളെ അത്രയും അവർ ലൈക്ക് അത്രയും ഒരു ക്ലോസ് ഇതായിട്ടാണ് കാണുന്നത്. സോൾമേറ്റ് കണക്ഷൻ പറഞ്ഞു, നമ്മൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു കണക്ഷൻ നിങ്ങളോടാണ് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങളോടാണ് ആദ്യം പറയാറ്. ഓക്കെ, നിങ്ങളെയാണ് അവർ ആദ്യം ഓർക്കുന്നത്. നല്ല സമയമായാലും ശരി, മോശം സമയമായാലും ശരി, എന്ത് വന്നാലും അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടായാൽ ആദ്യം വിളിക്കുന്നത് നിങ്ങളെയാണ്, ആദ്യം മെസ്സേജ് ചെയ്യുന്നത് നിങ്ങളെയാണ്. ഓക്കെ, സോ അങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത്. ആൻഡ് വേറെ തേർഡ് പാർട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഐ മീൻ വേറെ ആരായാലും ശരി, ഫാമിലി ആയാലും എന്തായാലും, പക്ഷെ അതിലൊക്കെ മേലെ നിങ്ങളെയാണ് അവർ കാണുന്നത്. ആൻഡ് സ്പോയിലിംഗ് യു. ഐ വോണ്ട് ടു ഗിവ് യു ദ ഗുഡ് ലൈഫ്. ഐ വോണ്ട് ടു സ്പോയിൽ യു വിത്ത് ഗിഫ്റ്റ്സ് ആൻഡ് ട്രിപ്സ്, എവറിത്തിങ് യു കുഡ് എവർ വോണ്ട്. യു ഡിസേർവ് നത്തിങ് ലെസ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റ് തരിക, നിങ്ങളെ നല്ലൊരു ലൈഫ് തരിക, എന്തൊക്കെയായാലും. ഓക്കെ, അവർ നിങ്ങളെ ശരിക്കും ആ സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദിസ് ഇസ് ഇൻ ഗുഡ് ബൈ എന്ന് പറയുന്നുണ്ട്. I don't want to walk away, but it's what's best for me and us right now. Okay, this isn't goodbye, we will be together again soon. നിങ്ങൾ തമ്മിൽ ഇടയിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സെപ്പറേഷൻസ് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുന്നതല്ല. ഓക്കെ, അവരൊരു ടോട്ടൽ എൻഡിങ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ തമ്മിൽ വല്ല സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അതൊരു ടോട്ടൽ എൻഡിങ് അല്ല. ഓക്കെ, അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും എന്നാണ്. ഓക്കെ, ജലസി. ഐ എം വെരി ജലസ്. ഐ ക്യാൻ ബെയർലി സ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, മേ ബി ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലൈക്ക് തോന്നുന്നുണ്ടാവും ദറ്റ് നിങ്ങൾ അറ്റൻഷൻ അവരുടെ മേലെ ഇല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇൻവോൾവ് ആവണു എന്നൊക്കെ തോന്നുമ്പോൾ അവർക്ക് വളരെ ജലസി ഉണ്ട് കേട്ടോ. ഓക്കെ, നല്ലോണം അവർക്ക് അസൂയുണ്ട്. നെർവസ്. You make me nervous even just thinking about you. I get nervous. I'm not sure how to say what to say. Okay, നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ പലപ്പോഴും നെർവസ് ആയി പോവാണ്. അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആവുന്നു. ബിക്കോസ് അത്രയും ആ സ്നേഹം കൊണ്ടാവുന്നതാണ്. ഓക്കെ, ആ ഒരു നമ്മളൊരാളോട് അറ്റാച്ച്മെൻറ്റ് തോന്നുമ്പോൾ നമ്മൾ വല്ലാതെ നെർവസ് ആയി പോകില്ല, അവരുടെ അടുത്ത് പറയുന്നത് തെറ്റിപ്പോവോ ശരിയാ എന്ന് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടൊക്കെ ഒരു ടെൻഷനായി പോകും. സോ ആ രീതിക്ക് അവർക്കൊരു നെർവസ്നെസ് വരികയാണ് ഇവിടെ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് കാർഡ്. ഓക്കെ, ഈ ഒരു കാർഡ് കൂടി. ഐ ഫീൽ ബൗണ്ട് ബൈ മൈ കൾച്ചർ ആൻഡ് മൈ ഫാമിലീസ് ബിലീഫ്സ് ഓൺ ഹൗ ഐ ഷുഡ് ലിവ് മൈ ലൈഫ്. ഐ എം വർക്കിംഗ് ടുവേർഡ്സ് ബ്രേക്കിംഗ് ഫ്രീ ഫ്രം ലിമിറ്റിംഗ് മൈ സെൽഫ് ബേസ്ഡ് ഓൺ ദ ബിലീഫ്സ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ എംപറർ കണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, അവർക്ക് ചിലപ്പോൾ ഫാമിലിയുടെ ആ ഒരു ബോണ്ട് എന്നൊക്കെ ബ്രേക്ക് ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എംപറർ കാർഡ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ വളരെയധികം ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന, ലൈക്ക് നമ്മൾ പറയില്ലേ സൊസൈറ്റി എന്ത് പറയുന്നു, ഓക്കെ എന്താണ് കറക്റ്റ് എന്നൊക്കെയുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ സപ്പോസ് നിങ്ങളെ ചൂസ് ചെയ്യണം എന്ന രീതിക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ട്. ഓക്കെ, അവർക്ക് ആ ഒരു നമ്മൾ പറയില്ലേ നമ്മൾ കണ്ടു വളർന്ന കാര്യങ്ങൾ, അപ്പോൾ നമ്മളത് ചെയ്യുന്ന തെറ്റായി പോവോ എന്നുള്ളൊരു പേടി, സോ മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളൊരു ചിന്ത, അതൊക്കെ ആലോചിച്ചിട്ടാണ് കുറച്ച് ഡിലേ ഒക്കെ ഇവിടെ വരുന്നത്. ഓക്കെ, ബട്ട് അവരത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളെ അവരുടെ ലൈഫിൽ വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും തരത്തിൽ അവർ നിങ്ങളുമായിട്ട് എന്തായാലും വിട്ടുപോകുന്നില്ല. ഓക്കെ, നിങ്ങളുമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം. കാരണം നിങ്ങൾ സോൾമേറ്റ്സ് ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, അതെവിടെയും വിട്ടൊന്നും പോവില്ല. ഓക്കെ, സോ
ലെറ്റ്സ് സി. എന്തായാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നമസ്കാരം.